ഓക്കെ, ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം. ബൈബിളിനെ കുറിച്ചുള്ള നമ്മുടെ പഠനം അതാണ് നമ്മളിന്ന് രാത്രി പിന്നെയും കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ബൈബിളിന് ഉപയോഗിക്കുന്ന പേരുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ബൈബിള് ദൈവനിശ്വസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമുക്കറിയാം നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്, പുതിയ നിയമവും പഴയ നിയമവും. അതിനകത്ത് പഴയ നിയമം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ പഴയ നിയമം, നമ്മുടെ ഇന്നത്തെ ബൈബിളിലുള്ള പഴയ നിയമം എന്ന് പറയുന്നത് 39 പുസ്തകങ്ങളാണ് അതിനകത്തുള്ളത്. ഉൽപ്പത്തി മുതൽ മലാഖി വരെ ഉള്ള 39 പുസ്തകങ്ങളാണ് നമ്മുടെ പഴയ നിയമത്തിലുള്ളത്. വാസ്തവത്തിൽ നമ്മുടെ ഈ പഴയ നിയമം എന്ന് പറയുന്നത് ജൂയിഷ് ഹീബ്രു ബൈബിളായിട്ടുള്ള യഹൂദന്മാരുടെ എബ്രായ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി ഉള്ളതാണ് നമ്മുടെ പഴയ നിയമം എന്ന് പറയുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എബ്രായ ബൈബിളിൽ, യഹൂദന്മാരുടെ എബ്രായ ബൈബിളിൽ 24 പുസ്തകങ്ങളാണ് ഉണ്ടായിരുന്നത്. 24 പുസ്തകങ്ങൾ. അപ്പോൾ അവർ ആ ബൈബിളിന് 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരുന്നത്. യഹൂദന്മാർ അവരുടെ എബ്രായ ബൈബിളിനെ തോറ, നെബീം, കെസുവീം, ഈ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരുന്നത്. തോറ എന്ന് പറയുമ്പോൾ അവിടെ ന്യായപ്രമാണമാണ്, അത് ആദ്യത്തെ 5 പുസ്തകങ്ങളാണ്. അത് കഴിഞ്ഞ് നെബീം എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളാണ്. കെസുവീം എന്ന് പറയുന്നത് റൈറ്റിങ്സ് എന്നുള്ള അർത്ഥത്തിൽ വരുന്ന പുസ്തകങ്ങളാണത്. അപ്പം അങ്ങനെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പം ഈ 3ആയിട്ട് തിരിച്ചിരിക്കുന്ന തോറ, നെബീം, കെസുവീം എന്നുള്ള ഈ തിരിവ്, ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് യഹൂദന്മാരുടെ എബ്രായ ബൈബിളിന് അവർ വിളിക്കുന്ന പേര് തനാക്ക് എന്ന് വിളിക്കുക. തനാക്ക്. അപ്പം നമ്മൾ പറഞ്ഞു തനാക്കിൽ 24 പുസ്തകങ്ങളാണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളുണ്ട്. പക്ഷേ യഹൂദന്മാരുടെ തനാക്കിൽ 24 പുസ്തകങ്ങളാണുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ നമ്മുടെ ബൈബിളിൽ പഴയ നിയമത്തിൽ സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കുന്ന ചില പുസ്തകങ്ങളൊക്കെ അവരുടെ പുസ്തകത്തിനകത്ത് ജോയിനായിട്ട് ഒരുമിച്ചായിരുന്നു കടന്നിരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ബൈബിളിനകത്ത് ഫസ്റ്റ് സാമുവേലും സെക്കൻഡ് സാമുവേലും ഉണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം സാമുവേൽ എന്ന് പറഞ്ഞ ഒരൊറ്റ ബുക്കായിരുന്നു. അതുപോലെ 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 2 സെപ്പറേറ്റ് ബുക്കാണ് നമ്മൾക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരൊറ്റ ബുക്കായിരുന്നു. 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, അത് നമ്മളെ സംബന്ധിച്ച് 2 പുസ്തകങ്ങളാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ദിനവൃത്താന്തങ്ങൾ എന്ന് പറഞ്ഞ് ഒരു പുസ്തകം മാത്രമായിരുന്നു. എസ്ര, നെഹമ്യാവ്, നമ്മുടെ ബൈബിളിൽ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ അവരുടെ ബൈബിളിൽ എസ്രയും നെഹമ്യാവും ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ന്യായാധിപന്മാരും രൂത്തും നമ്മുടെ ബൈബിളിൽ സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ അവരുടെ ബൈബിളിൽ അത് ഒരുമിച്ചായിരുന്നു. പിന്നെ നമ്മുടെ ബൈബിളിൽ ഹോസേയ മുതൽ മലാഖി വരെയുള്ള നമ്മൾ മൈനർ പ്രോഫറ്റ്സ് അല്ലെങ്കിൽ ചെറിയ പ്രവാചകന്മാർ എന്ന് പറയുന്ന ആ 12 പുസ്തകങ്ങൾ, അതെല്ലാം കൂടി ഒരുമിച്ച് ഒരൊറ്റ പുസ്തകമായിട്ടാണ് യഹൂദന്മാരുടെ തനാക്കിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ ഉള്ള ഒരു പുസ്തകക്രമം കൊണ്ടാണ് അവരുടെ ബൈബിളിനകത്ത് 24 പുസ്തകങ്ങൾ മാത്രം ആയിരുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. ഇനി യഹൂദന്മാരുടെ ബൈബിള്, ഇപ്പം നമുക്കറിയാം നമ്മുടെ പഴയ നിയമം, അതിൻ്റെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണ്, അവസാനത്തെ പുസ്തകം മലാഖി പ്രവചനമാണ്. എന്നാൽ യഹൂദന്മാരുടെ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഈ തനാക്ക് എന്ന് പറയുന്നത്, അതിൻ്റെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം തന്നെയാണ്. അതിൻ്റെ അവസാനത്തെ പുസ്തകം ദിനവൃത്താന്തങ്ങളുടെ പുസ്തകമാണ്. അങ്ങനെയാണ് അവരുടെ പുസ്തകം വരുന്നത്, അവരുടെ ബൈബിൾ വരുന്നത്, തനാക്ക് വരുന്നത്. തനാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉൽപ്പത്തിയിൽ നിന്നാണ്, അവസാനിക്കുന്നത് ദിനവൃത്താന്തത്തിലാണ് അവസാനിക്കുക. അപ്പം അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയൊരു കാര്യം നമ്മുടെ ബൈബിളിൽ ഉണ്ട്. ഞാനത് പറയാം. അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 50-51 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ്
യെരുസലേമിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഹാബേലിൻ്റെ രക്തം തുടങ്ങി യാഗപീഠത്തിനും ആലയത്തിനും നടുവിൽ വെച്ച് പട്ടുപോയ സെഖര്യാവിൻ്റെ രക്തം വരെ ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം ഈ തലമുറയോട് ചോദിക്കാൻ ഇടവരേണ്ടതിന് തന്നെ. അപ്പോൾ ഇവിടെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഹാബേലിനെയാണ്. അത് നമുക്കറിയാം. എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലാണ് കയീൻ ഹാബേലിനെ കൊല്ലുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഈ സെഖര്യാവിനെ കൊല്ലുന്നത് നമ്മൾ വായിക്കുന്നത് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ അത് വായിക്കുന്നത്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഞാനത് വായിക്കാം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. എന്താണ്? അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയം ഉപേക്ഷിച്ച് അസേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും സേവിച്ചു. അവരുടെ ഈ കുറ്റം ഹേതുവായി യഹൂദയുടെ മേലും യെരുസലേമിന്മേലും കോപം വന്നു. അവരെ യഹോവയെങ്കിലേക്ക് തിരിച്ചു വരുത്തുവാൻ അവൻ പ്രവാചകന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവർ അവരോട് സാക്ഷീകരിച്ചു, എങ്കിലും അവർ ചെവി കൊടുത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് യഹോയാദാ പുരോഹിതൻ്റെ മകനായ സെഖര്യാവിൻ്റെ മേൽ വന്നു. അവൻ ജനത്തിനെതിരെ നിന്ന് അവരോട് പറഞ്ഞത്, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നതെന്ത്? നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് അവൻ നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവർ അവൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിൻ്റെ കൽപ്പനപ്രകാരം യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു. അങ്ങനെ യോവാസ് രാജാവ് അവൻ്റെ അപ്പനായ യഹോയാദ തനിക്ക് ചെയ്ത ദയ ഓർക്കാതെ അവൻ്റെ മകനെ കൊന്നുകളഞ്ഞു. അപ്പം ഇവിടെയാണ് ആരെ കൊല്ലുന്നത്? സെഖര്യാവിനെ കൊല്ലുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം തനാക്കിൻ്റെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തിയിൽ കൊല്ലപ്പെട്ട ഹാബേൽ മുതൽ തനാക്കിൻ്റെ അവസാനത്തെ പുസ്തകമായ ദിനവൃത്താന്തങ്ങളിൽ കൊല്ലപ്പെട്ട ഹാബേൽ വരെ, അതാണ് അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി എന്താണ്? ഈ നമ്മുടെ പഴയ നിയമം എഴുതപ്പെട്ടത് പ്രധാനമായിട്ടും 3 ഭാഷകളിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. എബ്രായ ഭാഷകളിലും 2 ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. എബ്രായ ഭാഷയിലും ചില ഭാഗങ്ങൾ അരമായിക് ഭാഷയിലും. ഇപ്പം ദാനിയേൽ പ്രവചനത്തിലെയും എസ്രായുടെ പുസ്തകത്തിലെയും ഒക്കെ ചില ഭാഗങ്ങൾ അരമായിക് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ എബ്രായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ പഴയ നിയമത്തിന് മൊത്തത്തിൽ 929 അധ്യായങ്ങളാണ്. ഈ അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ എങ്ങനെയാണ് വന്നത് എന്ന് ഞാൻ താഴെ വരുമ്പോൾ പറയും. അപ്പം പഴയ നിയമത്തിൽ 929 അധ്യായങ്ങളും 23,145 വാക്യങ്ങളുമാണ്. 929 അധ്യായങ്ങളും 23,145 വാക്യങ്ങളുമാണ് പഴയ നിയമത്തിൽ ഉള്ളത്. നമ്മുടെ പഴയ നിയമത്തെ നമ്മൾ 4 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എബ്രായ ബൈബിളിനെ നമ്മൾ 3 തിരിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ബൈബിളിന് പഴയ നിയമത്തെ നമ്മൾ 4 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് പെൻഡാറ്റുക് അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അത് ഉൽപ്പത്തി മുതൽ ആവർത്തന പുസ്തകം വരെയുള്ള 5 പുസ്തകങ്ങൾ. അത് തന്നെയാണ് യഹൂദന്മാരുടെ തോറ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ ഭാഗം. അത് എന്താണ്? മനുഷ്യൻ്റെ സൃഷ്ടി മുതൽ ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുകയും അവരെ മരുഭൂമിയിലൂടെ നടത്തി അവർ വാഗ്ദത്ത കനാൻ ദേശത്തിൻ്റെ അടുത്തുവരെ എത്തുകയും ചെയ്യുന്നത് വരെയുള്ള ആ ഒരു ചരിത്രവും ദൈവം അവർക്ക് കൊടുത്ത ആ ന്യായപ്രമാണങ്ങളും ഒക്കെയാണ് പെൻഡാറ്റുക് അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നതിനകത്ത് പ്രതിപാദ്യ വിഷയം. അപ്പം അതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ബുക്സാണ്, ചരിത്ര പുസ്തകങ്ങൾ. അപ്പം അത് യോശുവ മുതൽ ആരംഭിക്കുന്നത്. യോശുവ മുതൽ എസ്തേർ വരെയുള്ള പുസ്തകങ്ങളാണ് നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അതിനകത്ത് ഉള്ള പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇസ്രായേൽ മക്കള് കനാൻ ദേശം അവകാശമാക്കുന്നത് മുതൽ അവർ ബാബയിലേക്ക് പ്രവാസത്തിലേക്ക് പോകുന്നതുവരെയുള്ള അവരുടെ ചരിത്രമാണ് ആ പുസ്തകങ്ങൾക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പം അതാണ് ആ ഹിസ്റ്റോറിക്കൽ ബുക്സിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തത് നമ്മൾ പറയുന്നത് പോയറ്റിക് ബുക്സ് ആണ്, കാവ്യ പുസ്തകങ്ങൾ അല്ലെങ്കിൽ വിസ്ഡം ലിറ്ററേച്ചർ, ജ്ഞാന പുസ്തകങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പം അതിനകത്ത് എന്താണ്, ഈ ലോകത്തിലെ നന്മയെയും തിന്മയെയും കുറിച്ചുള്ള വിവരണങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ആ പുസ്തകങ്ങൾക്കകത്ത് നമ്മൾ കാണാനായിട്ട് കഴിയുന്നത്. അത് എഴുതിയിരിക്കുന്നത് കാവ്യരൂപത്തിൽ അല്ലെങ്കിൽ പോയറ്റിക്കൽ രൂപത്തിലാണത് എഴുതിയിരിക്കുന്നത്. അവസാനത്തെ ഭാഗമാണ് പ്രോഫറ്റിക്കൽ ബുക്സ് അല്ലെങ്കിൽ പ്രവാചക പുസ്തകങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അതിനകത്തുള്ള പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് എന്താണ്, ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ വിട്ട് അകന്നു പോയപ്പോൾ അവരോടുള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളും, എന്ത് മുന്നറിയിപ്പ്, നിങ്ങൾ ദൈവത്തെ വിട്ട് അകന്നു പോയതിൻ്റെ പരിണതഫലം എന്തായിരിക്കുമെന്ന് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ് പ്രവാചക പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അത് ഐസയ തൊട്ട് യെശയ്യാ പ്രവചനം തൊട്ട് മലാക്കി വരെയാണ് പ്രോഫറ്റിക്കൽ ബുക്സ് അല്ലെങ്കിൽ പ്രവാചക പുസ്തകങ്ങൾക്കകത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് പഴയ നിയമത്തെക്കുറിച്ച് നമുക്കൊരു ഓവറോൾ ആയിട്ട് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, പുതിയ നിയമം എന്ന് പറയുന്നത് അതിനകത്ത് നമുക്കറിയാം 27 പുസ്തകങ്ങളാണ് ഉള്ളത്. 27 പുസ്തകങ്ങൾ. ഈ 27 പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെയാണ് പുതിയ നിയമ പുസ്തകങ്ങൾ വരുന്നത്. 27 പുസ്തകങ്ങളാണ്. അതിനകത്ത് മൊത്തം 260 അധ്യായങ്ങളാണുള്ളത്. 260 അധ്യായങ്ങൾ. അതുപോലെ 7958 വാക്യങ്ങൾ, 7958 വേഴ്സസ്, അത്രയുമാണ് ഉള്ളത്. അപ്പം ഈ പുതിയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്, കൊയിനെ ഗ്രീക്ക് എന്ന് പറയുന്ന. അത് നമ്മൾ ഹൗ ടു സ്റ്റഡി ബൈബിൾ എന്നുള്ള ആ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ അതിനകത്ത് നമ്മൾ കൊയിനെ ഗ്രീക്ക് എന്നുള്ള ആ കാര്യം നമ്മൾ കുറച്ച് വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ആ കൊയിനെ ഗ്രീക്ക് എന്ന് പറയുന്നത് അത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ സംസാര ഭാഷയായിരുന്നു. ഗ്രീക്കിൻ്റെ സംസാര ഭാഷയായിട്ടുള്ളതാണ് കൊയിനെ ഗ്രീക്ക് എന്ന് പറയുന്നത്. ആ ഭാഷയിലാണ് പുതിയ നിയമം എന്ത് ചെയ്തിരിക്കുന്നത്, എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഈ പുതിയ നിയമത്തെ നമ്മൾ എന്താണ് തിരിച്ചിരിക്കുന്നത്, 4ആയിട്ടാണ് പ്രധാനമായിട്ട് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് സുവിശേഷങ്ങളാണ്. ആദ്യ ഭാഗം 4 സുവിശേഷങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം. ഇതാണ് ഗോസ്പൽസ് അല്ലെങ്കിൽ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതെല്ലാം യേശുവിൻ്റെ ജീവചരിത്രം ആണ് അതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത്. ലൈഫ് ആൻഡ് ടീച്ചിങ് ഓഫ് ജീസസ്, യേശുവിൻ്റെ ജീവിതവും ഉപദേശവുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ 4 സുവിശേഷങ്ങളും ഒരുമിച്ച് വെച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് യേശുവിൻ്റെ ജീവിതത്തെയും ഉപദേശത്തെയും കുറിച്ചുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു രൂപരേഖ നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് ആദ്യത്തെ 3 സുവിശേഷങ്ങൾ, മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, ഇതിനെ നമ്മൾ സിനോപ്റ്റിക് ഗോസ്പൽസ് അല്ലെങ്കിൽ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് പറയും. എന്ന് വെച്ചാൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏകദേശം വിവരണങ്ങളൊക്കെ ഏകദേശം സിമിലർ ആണ്, ഒരുപോലെയുള്ളതാണ്. അപ്പം ഇതാണ് സുവിശേഷങ്ങൾ. രണ്ടാമത്തത് ചരിത്ര പുസ്തകമാണ്. അത് അപ്പോസ്റ്റൽ പ്രവൃത്തികൾ, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്. അത് ഹിസ്റ്ററി ഓഫ് ഏർലി ചർച്ചാണ്. ആ 1-ാം നൂറ്റാണ്ടിലെ ആ സഭയുടെ, ആദിമ സഭയുടെ ചരിത്രമാണ് നമുക്ക് ആ പുസ്തകങ്ങളിൽ കാണാനായിട്ട് കഴിയുന്നത്. ഇനി അടുത്തത് എപ്പിസ്റ്റൽസ് ആണ്, ലേഖനങ്ങൾ. അതിനകത്ത് 14 ലേഖനങ്ങൾ അപ്പോസ്തലനായ പൗലോസ് എഴുതിയതാണ്. റോമാലേഖനം മുതൽ എബ്രായ ലേഖനം വരെ. ചില ആളുകൾ എബ്രായ ലേഖനം എഴുതിയത് പൗലോസ് അല്ല എന്ന് പറയാറുണ്ട്. പക്ഷേ പൊതുവിൽ എബ്രായ ലേഖനവും പൗലോസ് തന്നെയാണ് എഴുതിയത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇതൊക്കെ ലേഖനങ്ങളെന്ന് പറയുന്നത് ഓരോ സഭകൾക്കും വ്യക്തികൾക്കുമൊക്കെയുള്ള കത്തായിട്ടാണ് എഴുതിയിരിക്കുന്നത്, കത്തുകളാണ്. അപ്പം അത് ചില കത്തുകൾ, ചില ലേഖനങ്ങൾ ഇപ്പം സഭകളെ അഡ്രസ്സ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് റോമ ഉള്ള സഭയ്ക്ക്, കൊരിന്തിലുള്ള സഭയ്ക്ക്, എഫസോസുള്ള സഭയ്ക്ക്,
അപ്പം അങ്ങനെ ഒരു ഒരു ലോക്കൽ ചർച്ചിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് പല ലേഖനങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ചില വ്യക്തികളെ അഡ്രസ്സ് ചെയ്തിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് തിമത്തിയോസിന് എഴുതിയ ലേഖനം, തീത്തോസിന് എഴുതിയ ലേഖനം, ഫിലമോൻ എഴുതിയ ലേഖനം, ഇത് നമ്മൾ പാസ്റ്ററൽ എപ്പിസ്റ്റൽ എന്നാണ് പറയുക, ഇടയലേഖനങ്ങൾ എന്നാണ് പറയുക. ഇത് സഭയിലെ പാസ്റ്റേഴ്സിന് വേണ്ടി എഴുതിയിട്ടുള്ള ലേഖനമാണിത്. ഓക്കെ. പിന്നെ പൗലോസിൻ്റെ ഈ ലേഖനങ്ങൾ കൂടാതെ 7 ലേഖനങ്ങൾ ഉണ്ട്. അതായത് യാക്കോബിൻ്റെ ലേഖനം, പത്രോസ് എഴുതിയ 2 ലേഖനങ്ങൾ, യോഹന്നാൻ എഴുതിയ 3 ലേഖനങ്ങൾ, യൂദായുടെ ലേഖനം. ഇങ്ങനെ 7 ലേഖനങ്ങൾ അതിന് ജനറൽ എപ്പിസ്റ്റൽസ് അല്ലെങ്കിൽ കാത്തോലിക് എപ്പിസ്റ്റൽസ്, സാർവത്രിക ലേഖനങ്ങൾ അല്ലെങ്കിൽ പൊതുലേഖനങ്ങൾ എന്ന് നമ്മൾ പറയും. എന്ന് വെച്ചാൽ അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു സഭയ്ക്ക് വേണ്ടി എഴുതിയതല്ല, പൊതുവിൽ എല്ലാവർക്കും വേണ്ടി എഴുതിയിട്ടുള്ള ലേഖനങ്ങളാണത്. അപ്പോൾ അതാണ് 3ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 4ാമത്തത് പ്രോഫറ്റിക്കൽ ബുക്കാണ്, പ്രവചന പുസ്തകമാണ്. അത് വെളിപ്പാട് പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകം അതായത് നമ്മൾ അപ്പോകാലിപ്സിസ് എന്ന് പറയും. അതായത് വെളിപ്പാട് പുസ്തകം എന്നുള്ള വാക്കിൻ്റെ, അപ്പോകാലിപ്സിസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മറ നീക്കി കാണിക്കുക എന്നുള്ളതാണ്. അതാണ് വെളിപ്പെടുത്തുക, റെവലേഷൻ. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ബൈബിള് എഴുതപ്പെട്ടപ്പോൾ, അതായത് എഴുത്തുകാരിത് എഴുതിയപ്പോൾ അവർ അധ്യായങ്ങളും വാക്യങ്ങളും ഒന്നും തിരിച്ചല്ല എഴുതിയത്. ഇപ്പോൾ ഉദാഹരണത്തിന് അപ്പോസ്തലനായ പൗലോസ് റോമാക്കാർക്കുള്ള ലേഖനം എഴുതുമ്പം 1-ാം അധ്യായം 1-ാം വാക്യം, 2-ാം വാക്യം, 3-ാം വാക്യം, കുറേ കഴിഞ്ഞിട്ട് 2-ാം അധ്യായം, 3-ാം അധ്യായം, അങ്ങനെ തിരിച്ചല്ല എഴുതിയത്. അത് ഒറ്റ കത്തായിട്ടങ്ങ് എഴുതി പോവുക ചെയ്തത്. ഇപ്പോൾ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ അധ്യായങ്ങളൊക്കെ മനസ്സിൽ വെച്ച് പഠിക്കാറുണ്ട്. അങ്ങനെ പഠിക്കരുത്. ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ അധ്യായങ്ങളും വാക്യങ്ങളും ഒന്നും കാണാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. എന്നാൽ എന്തിനാണ് ഈ അധ്യായങ്ങളും വാക്യങ്ങളുമായിട്ട് തിരിച്ചത് എന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ ബൈബിളിൽ നിന്നൊരു ഉദ്ധരണി, ഒരു കൊട്ടേഷൻ പറയാനായിട്ടുള്ള എളുപ്പത്തിനാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗം ബൈബിളിൽ നിന്ന് പറയാനായിട്ട് നമുക്ക് പറ്റുന്നത് അധ്യായവും വാക്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ റോമാലേഖനത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കേൾവിക്കാർക്ക് മനസ്സിലാകില്ല. പക്ഷേ ഈ അധ്യായങ്ങളും വാക്യങ്ങളുമായിട്ട് തിരിച്ചത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ടത് കോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പം ബൈബിൾ അധ്യായങ്ങളായിട്ട് തിരിച്ചത് സ്റ്റീഫൻ ലാങ്ടൺ എന്ന് പറയുന്ന കാൻറ്റർബറി ആർച്ച് ബിഷപ്പാണ് ഇത് ചെയ്തത്. 1227 അദ്ദേഹം അത് ചെയ്തത്. അപ്പോൾ ഈ അധ്യായങ്ങൾ ഉപയോഗിച്ച് ആദ്യമായിട്ട് ഇറക്കിയ ബൈബിൾ എന്ന് പറയുന്നത് വിക്ലിഫ് ഇംഗ്ലീഷ് ബൈബിളാണ്. വിക്ലിഫ് ഇംഗ്ലീഷ് ബൈബിള് 1382 ആണ് ഇത് ഇറക്കുന്നത്. ഇനി എന്താണ്, പഴയ നിയമത്തെ വാക്യങ്ങളായിട്ട് തിരിച്ചത്, വേഴ്സസ് ആയിട്ട് തിരിച്ചത് ഒരു ജൂയിഷ് റബ്ബിയാണ്, ഒരു യഹൂദ ഗുരുവാണ് അത് ചെയ്തത്, റബ്ബിയാണ് ചെയ്തത്. അതായത് ഏകദേശം ഈ ചാപ്റ്റർ ഡിവിഷൻ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 200 വർഷങ്ങൾക്ക് ശേഷമാണ് പഴയ നിയമത്തെ അദ്ദേഹം വാക്യങ്ങളായിട്ട് തിരിക്കുന്നത്. പുതിയ നിയമത്തെ വാക്യങ്ങളായിട്ട് തിരിച്ചത് റോബർട്ട് എസ്റ്റിനെ എന്ന് പറയുന്ന ഒരാൾ, റോബർട്ട് എസ്റ്റിന്, അദ്ദേഹം അത് തിരിച്ചത് 1555 അത് തിരിക്കുന്നത്. അപ്പം ഇത്രയുമാണ് പുതിയ നിയമത്തെയും പഴയ നിയമത്തെയും കുറിച്ച് നമുക്ക് ജനറലായിട്ട് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ ഈ പുതിയ നിയമത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെയും അല്പം തിയോളജിക്കൽ ഇംപ്ലിക്കേഷൻസ്, ദൈവശാസ്ത്രപരമായിട്ട് ഇതിനുള്ള ചില അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ഈ സംഭവം എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താണ് ഈ പഴയ നിയമവും പുതിയ നിയമവും എന്നുള്ളത്. കാരണം ചില ആളുകളൊക്കെ പറയാറുണ്ട്, ദൈവം ആദ്യം ഒരു നിയമം കൊടുത്തു, അതാണ് പഴയ നിയമം. പിന്നെ കുറേ കഴിഞ്ഞപ്പം അത് ശരിയാവില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ദൈവം ആ നിയമങ്ങളൊക്കെ മാറ്റിയിട്ട് വേറെ കുറേ നിയമങ്ങൾ കൊടുത്തു, അതാണ് പുതിയ നിയമം എന്ന് ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട്. വേറെ ചിലർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മുസ്ലിം സഹോദരന്മാരൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ,
ദൈവം ഒറിജിനലായിട്ട് കൊടുത്ത നിയമങ്ങൾ പഴയ നിയമത്തിലാണുള്ളത്. അത് കഴിഞ്ഞ് പൗലോസ് വന്നിട്ട് ഈ പുതിയ നിയമം എന്ന് പറഞ്ഞിട്ട് വേറെ കുറേ നിയമങ്ങൾ കൊണ്ടുവന്ന് അതാണ് പുതിയ നിയമം, അത് പൗലോസ് കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറയുന്ന മുസ്ലിം സഹോദരന്മാരെയും നമ്മൾ കാണാറുണ്ട്. സത്യത്തിൽ എന്താ ഈ പഴയ നിയമം പുതിയ നിയമം എന്നൊക്കെ പറയുമ്പോൾ? അപ്പം അത് ഈ മലയാളത്തിൽ ഈ പേര് നമുക്കൊരൽപ്പം കൺഫ്യൂഷൻ ഉണ്ടാക്കും. കാരണം പഴയ നിയമം പുതിയ നിയമം എന്നൊക്കെ പറയുമ്പോൾ ഈ നിയമം എന്നുള്ള വാക്ക് ലോ അല്ലെങ്കിൽ നിയമം എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ വാസ്തവത്തിൽ ഓൾഡ് ലോ ന്യൂ ലോ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൾഡ് ടെസ്റ്റമെൻറ്റ് ന്യൂ ടെസ്റ്റമെൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റമെൻ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിയമം എന്നല്ല ശരിക്കും. അത് മലയാളത്തിൽ എഴുതിയപ്പോൾ അങ്ങനെ എഴുതിയതാണ്. ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റമെൻ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കവനൻ്റ് എന്നാണ്, ഉടമ്പടി എന്നാണ്, ഒരു എഗ്രിമെൻ്റ്, ഒരു കരാറ്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഓൾഡ് ടെസ്റ്റമെൻ്റ് അല്ലെങ്കിൽ പഴയ നിയമം എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം പഴയ ഉടമ്പടി, ഓൾഡ് കവനൻ്റ്, പഴയ ഉടമ്പടി, അതാണ്. ഓക്കെ. പുതിയ നിയമം എന്ന് പറയുമ്പോൾ അത് പുതിയ ഉടമ്പടിയാണ്, പുതിയ എഗ്രിമെൻ്റ് ആണ്. അപ്പം അതായത് ദൈവം മനുഷ്യനുമായിട്ട് ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട കവനൻറ്റുകൾ, അതാണ് ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. പഴയ കവനൻറ്റും പുതിയ കവനൻറ്റും. ഇപ്പം ദൈവത്തെക്കുറിച്ച് ബൈബിളും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ദൈവം മനുഷ്യനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുന്ന ദൈവമാണ്. കവനന്റ് മേക്കിംഗ് ഗോഡാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അപ്പം ദൈവം ആരാ? ദൈവം അത്യുന്നതനായിട്ടുള്ള ദൈവമാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് വെറും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പം ഈ അത്യുന്നതനായ ദൈവം ഈ തൻ്റെ വെറും സൃഷ്ടിയായിട്ടുള്ള മനുഷ്യനുമായിട്ട് ചില എഗ്രിമെൻറ്റ്സ്, കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നു, ചില എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു, കവനൻ്റ് ഉണ്ടാക്കുന്നു, ഉടമ്പടി ചെയ്യുന്നു. അതാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. അപ്പം എന്താണ് ബൈബിളിൽ നമ്മൾ വായിക്കുമ്പം ഒത്തിരി ഉടമ്പടികൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആദമായിട്ട് ദൈവം ചെയ്ത ഉടമ്പടിയുണ്ട്, നോഹയുമായിട്ട് ദൈവം ചെയ്ത ഉടമ്പടിയുണ്ട്, എബ്രഹാമായിട്ട് ദൈവം ചെയ്ത ഉടമ്പടിയുണ്ട്. ഇങ്ങനെ ഒത്തിരി ഉടമ്പടികൾ, കവനൻസ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവനൻ്റാണ് ഓൾഡ് കവനൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഓൾഡ് കവനൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇറ്റ് വാസ് മെയ്ഡ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. അപ്പം ഇസ്രായേൽ മക്കളും ദൈവവും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള കവനൻ്റാണിത്, ഓൾഡ് കവനൻ്റ് എന്ന് പറയുന്നത്, ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് മെയ്ഡ് അറ്റ് മൗണ്ട് സൈനായി. മൗണ്ട് സീനായിലാണ്, സീനായി പർവ്വതത്തിൽ വെച്ചാണിത് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് നമ്മൾ വായിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ് നമ്മൾ വായിക്കുന്നത് ഈ കവനൻ്റ് ഉണ്ടാക്കുന്നത്. കാരണം പുറപ്പാട് പുസ്തകത്തിൽ ജനം, ഈ ഇസ്രായേൽ മക്കളും ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടിട്ട് അവർ സീനായി മലയുടെ എത്തിക്കഴിഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ കവനൻ്റ്, ഈ ഉടമ്പടി ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. അപ്പം പ്രധാനമായിട്ട് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, അതിനകത്ത് ഞാൻ പറഞ്ഞത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ കവനൻ്റ് ആണ്. ഈ ഉടമ്പടിയെ ജനത്തിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. ഈ 19-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവം തന്നെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ വാക്യങ്ങളെല്ലാം എടുത്ത് വായിച്ച് വിശദീകരിച്ചാൽ ഒത്തിരി ഈ ക്ലാസ് ലാഗ് ചെയ്തു പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ വാക്യങ്ങൾ മാത്രം പറഞ്ഞിങ്ങനെ പോകണം, വായിക്കാനായിട്ട് സമയം എടുക്കുന്നില്ല. അപ്പം നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും, അപ്പം അതൊന്ന് നോട്ട് ചെയ്തിട്ട് ആ വാക്യങ്ങൾ പിന്നെ നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കുക. അപ്പം അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഈ നോട്ട് ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഇടും, അപ്പം നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ കവനൻ്റ് ആണ്, കവനൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പം അതിനകത്ത് 19-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം തന്നെ ജനത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു, ഞാൻ ആരാണ് എന്നുള്ളത് ദൈവം അവിടെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇറ്റ് ഇസ് എ വണ്ടർഫുൾ വേ. നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി 5-6 വാക്യങ്ങളിൽ
എന്താണ് അവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്ന കവനന്റ്, ഉടമ്പടി എന്നുള്ളതിൻ്റെ ഒരു നക്ഷല്, അതിൻ്റെ എന്താണ് ആ കവനന്റിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്, അത് 5-6 വാക്യങ്ങളിൽ വളരെ ഷോർട്ടായിട്ട് ദൈവോട് പറയുക ചെയ്യുന്നത്. അപ്പം ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഉള്ള ജനത്തിൻ്റെ റെസ്പോൺസ്, അവരുടെ പ്രതികരണമാണ് ആ അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. 7-8 വാക്യങ്ങളിൽ ഇനി എന്താണ് അതിൻ്റെ 9-ാം വാക്യവും 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവം തന്നെ വെളിപ്പെടുത്തുക, അതായത് ജനത്തിൻ്റെ മുമ്പിൽ ജനത്തിന് കാണത്തക്ക രീതിയിൽ, മനസ്സിലാകത്തക്ക രീതിയിൽ ദൈവം തന്നെ എക്സ്പ്രസ് ചെയ്യാണ്, തന്നെ വെളിപ്പെടുത്തുക ചെയ്യുന്നത്. 9-ാം വാക്യത്തിലും അതിൻ്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും. ഇനി പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം തൊട്ട് 23-ാം അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ ഈ കവനന്റിനകത്ത് ജനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നവിടെ പറയുക. ഇപ്പം നമുക്കറിയാം, ഒരു കവനന്റ് എഗ്രിമെൻ്റ് ആകുമ്പം 2 പാർട്ടികൾക്കും അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകും. അപ്പം 20 മുതൽ 23 വരെയുള്ള 4 അധ്യായങ്ങളിൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പീപ്പിൾ, ജനത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അവിടെ നമ്മൾ കാണുന്നത്. അതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 24-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ ആ കവനന്റ് സ്ഥാപിക്കുകയാണ്. എങ്ങനെ? കാളക്കിടാങ്ങളുടെ രക്തത്താൽ. അപ്പം മോശ എന്ത് ചെയ്യുന്നു? ആ രക്തമെടുത്ത് ജനത്തിൻ്റെ മേലെ തളിച്ച്, ഇത് ദൈവം നിങ്ങളോട് ചെയ്തിരിക്കുന്ന ഉടമ്പടിയുടെ രക്തം എന്ന് പറഞ്ഞ് ആ രക്തം ജനത്തിൻ്റെ മേൽ തളിച്ച് ആ ഉടമ്പടി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. സോ 24-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ എസ്റ്റാബ്ലിഷിങ് ഓഫ് ദ കവനന്റ് ആണ്, ഉടമ്പടി സ്ഥാപിക്കുകയാണ്. ഇനി 24-ന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഈ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് റെപ്രസെൻറ്റേറ്റീവ്സ്, പ്രതിനിധികൾ, അവര് ദൈവത്തെ കാണുകയാണ്. എ മീറ്റിംഗ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് പീപ്പിൾ. അതാണ് 24-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഇനി 24-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? മോശ ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയിട്ട് ദൈവം തൻ്റെ വിരലുകൾ കൊണ്ട് ആ ടാബ്ലറ്റ്സിൽ, അതായത് ആ കൽപ്പലകയിൽ ആ ഉടമ്പടിയുടെ കവനന്റിൻ്റെ വ്യവസ്ഥകൾ, കണ്ടീഷൻസ് ഓഫ് ദ കവനന്റ് അതിനകത്ത് എഴുതി കൊടുക്കുകയാണ് സ്വന്തം കൈകൊണ്ട്. 24-ന്റെ 12 മുതൽ 18 വരെ. സോ ഒരു സ്റ്റോൺ ടാബ്ലറ്റിനകത്ത്, 2 സ്റ്റോൺ ടാബ്ലറ്റ്സുകൾക്കകത്ത്, 2 കൽപ്പലകൾക്കകത്ത് ഇത് എഴുതി കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ കൽപ്പലകൾക്കകത്ത് എഴുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് ഇത് കല്ലിൽ എൻഗ്രേവ് ചെയ്യുന്നത്, ഇങ്ങനെ എഴുതുന്നത്, അത് മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് 24-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. പിന്നെ മുൻപോട്ടേക്ക് പോയിട്ട് 25-ാം അധ്യായം തൊട്ട് 31-ാം അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ ജനം തങ്ങളുടെ ഇടയിൽ ദൈവത്തിന് താമസിക്കാനായിട്ട് ഒരു ടാബർനാക്കിൾ, ഒരു സമാഗമന കൂടാരം, ഒരു കൂടാരം ഉണ്ടാക്കുന്നു. ആ കൂടാരത്തിൻ്റെ വിശദാംശങ്ങൾ, അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ദൈവിക നിർദ്ദേശങ്ങൾ, അത് ജനം ഉണ്ടാക്കുന്നത്, ഇതൊക്കെയാണ് 25-ാം അധ്യായം തൊട്ട് 31-ാം അധ്യായം വരെയുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഓക്കെ. ഉണ്ടാക്കുന്നതല്ല, ഉണ്ടാക്കാനായിട്ട് ദൈവം നിർദ്ദേശിക്കുന്നതാണ് അവിടെ നമ്മൾ കാണുന്നത്. ഉണ്ടാക്കുന്നത് പിന്നെയാണ്, ദൈവം അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. എങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങൾ ദൈവം നിർദ്ദേശം കൊടുക്കുന്നതാണ് 25-ാം അധ്യായം തൊട്ട് 31-ാം അധ്യായം വരെ നമ്മൾ വായിക്കുന്നത്. ഇനി അടുത്തത് ആ വാക്യം ഞാനൊന്ന് വായിക്കാം. അതൊന്ന് വായിക്കേണ്ട വാക്യമായതുകൊണ്ട് അത് മാത്രം ഞാനൊന്ന് വായിക്കാം. അതായത് ഈ കവനന്റിൻ്റെ അടയാളം, ഈ കവനന്റിൻ്റെ അടയാളം എന്താണ്? ഈ പഴയ കവനന്റിൻ്റെ, അതായത്
ദൈവവും ഇസ്രായേൽ മക്കളുമായിട്ടുണ്ടാക്കിയ സീനായി ഉടമ്പടിയിലുണ്ടാക്കിയ ആ കവനൻറ്റിൻ്റെ അടയാളം എന്താണ് എന്ന് ദൈവം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് പറയുന്നത് പുറപ്പാട് പുസ്തകം 31 അധ്യായത്തിൻ്റെ അതിൻ്റെ 16-17 വാക്യങ്ങളിലാണ് ഈ കവനൻറ്റിൻ്റെ അടയാളം, സൈൻ ഓഫ് ദ കവനൻറ്റ് പറയുന്നത്. അത് ഞാനൊന്ന് വായിക്കാം. ഇതാണ്: ആകയാൽ ഇസ്രായേൽ മക്കൾ തലമുറ തലമുറയായി സബ്ബത്തിനെ നിത്യനിയമമായി ആചരിക്കേണ്ടതിന് സബ്ബത്തിനെ പ്രമാണിക്കണം. അത് എനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ എന്നേക്കും ഒരു അടയാളമാകുന്നു. 6 ദിവസം കൊണ്ടല്ലോ യഹോവ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയത്, 7-ാം ദിവസം അവൻ സ്വസ്ഥമായിരുന്ന് വിശ്രമിച്ചു. അപ്പോൾ ഇവിടെ ദൈവം ഗോഡ് വാസ് എസ്റ്റാബ്ലിഷിംഗ് സാബത്ത്. ഈ വാക്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ അല്പം ചില പ്രയാസങ്ങളിലേക്ക് നമ്മൾ ചെന്നുവിടും. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം വായിച്ച് ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചത്. കാരണം ഇന്ന് ചില ആളുകൾ പറയുന്നുണ്ട്, എന്താണ് സബത്ത് എന്ന് പറയുന്നത് ഒരു നിത്യ നിയമമാണ്, അതുകൊണ്ട് ഇന്നും നമ്മൾ സബത്ത് ആചരിക്കാനായിട്ട് നമുക്ക് കടമയുണ്ട്, അത് ശനിയാഴ്ചയാണ്, അതുകൊണ്ട് സഭായോഗം ശനിയാഴ്ച മാത്രമേ കൂടാവൂ, ശനിയാഴ്ചയാണ് കൂടേണ്ടത്, സബത്ത് നമ്മൾ ആചരിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഈ വാക്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ആൻ എറ്റേണൽ കമാൻഡ്മെൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു നിത്യ നിയമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? 16-ാം വാക്യത്തിൽ പറഞ്ഞത് ഇസ്രായേൽ മക്കൾ തലമുറ തലമുറയായി സബ്ബത്തിനെ നിത്യ നിയമമായി ആചരിക്കണം എന്നാണ്. സോ നിത്യ നിയമം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ചേഞ്ച്ഡ്, മാറ്റാനായിട്ട് പാടില്ല, അതാണ് അവർ പറയുന്നത്. പക്ഷെ ഇവിടെ അവർ മറന്നു പോകുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്, ആ വാക്യം തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ടാകും, ആകയാൽ ഇസ്രായേൽ മക്കൾ തലമുറ തലമുറയായി സബത്തിനെ നിത്യനിയമമായിട്ട് ആചരിക്കണം. അപ്പം ആർക്കാണ് സബത്ത് നിത്യനിയമമായിട്ട് ദൈവം കൊടുത്തത്? ഇസ്രായേൽ മക്കൾക്കാണ്. സകല ജനത്തിനുമായിട്ടല്ല കൊടുത്തത്, ഇസ്രായേൽ മക്കൾക്കായിട്ടാണ്. കാരണം ദൈവം അവിടെ കവനന്റ് ഉണ്ടാക്കിയത്, ഉടമ്പടി ഉണ്ടാക്കിയത് ദൈവവും ഇസ്രായേൽ മക്കളുമായിട്ടാണ് ഉടമ്പടി ഉണ്ടാക്കിയത്. അപ്പം ആ ഉടമ്പടിയുടെ അടയാളം അത് കീപ്പ് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? ഇസ്രായേൽ മക്കൾക്കാണ്. അത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ തലമുറ തലമുറയായി സബത്തിനെ നിത്യനിയമമായിട്ട് ആചരിക്കണം. അത് എനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യയുള്ള ഒരു അടയാളമാകുന്നു. സകല ജനത്തിനും മധ്യയുള്ള അടയാളമല്ല, ഇസ്രായേൽ മക്കൾക്കും എനിക്കും മധ്യയുള്ള ഒരു അടയാളമാണിത്. അപ്പൊ ഈ കൽപ്പന ദൈവം എപ്പോഴാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഴയ ഉടമ്പടിയുടെ സമയത്താണ് കൊടുക്കുന്നത്. ആർക്കാ കൊടുക്കുന്നത്? ഈ പഴയ ഉടമ്പടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്കാണ് കൊടുക്കുന്നത്. ഞാൻ താഴേക്ക് വരുമ്പോൾ നമ്മൾ പറയും, നമ്മൾ ഇന്നത്തെ സഭ അത് ഈ പഴയ ഉടമ്പടിക്കല്ല അധീനപ്പെട്ടിരിക്കുന്നത്, നാം പുതിയ ഉടമ്പടിയിലാണ് നിൽക്കുന്നത്. അപ്പം സബത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സൈൻ ഓഫ് ദ ഓൾഡ് കവനന്റ്. അപ്പം നിങ്ങൾ സബത്ത് ആചരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പുതിയ ഉടമ്പടിയിലേക്ക് വന്നിട്ടില്ല, യു ആർ സ്റ്റിൽ അണ്ടർ ദ ഓൾഡ് കവനന്റ്. നിങ്ങൾ ഇപ്പോഴും പഴയ ഉടമ്പടിയുടെ അടിയിൽ നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പഴയ ഉടമ്പടി ആർക്ക് മാത്രമുള്ളതാണ്? ദൈവത്തിന് ഇസ്രായേൽ മക്കൾക്ക് മാത്രമുള്ളതാണ്. അപ്പം ഞാൻ ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് ഞാൻ ഇസ്രായേൽ മക്കളല്ലാത്തിടത്തോളം ഞാൻ സബത്ത് ആചരിച്ചാലും എനിക്ക് ആ കവനന്റിലേക്ക് വരാനായിട്ട് പറ്റില്ല. സകല ജാതികൾക്കുള്ള ഉടമ്പടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ന്യൂ കവനന്റ്, അത് പുതിയ ഉടമ്പടിയാണത്. അതിനകത്തല്ല സബത്ത് വരുന്നത്. സബത്ത് ഒരു നിയമമായിട്ട് സൈനായിട്ട് കൊടുത്തത് ഓൾഡ് കവനന്റിലാണ്. അപ്പം ചില ആളുകൾ പറയാറുണ്ട് സബത്ത് ആരംഭിച്ചത് അറ്റ് ദ ടൈം ഓഫ് ക്രിയേഷൻ, സൃഷ്ടിയുടെ സമയത്താണെന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിക്കുന്ന 1-2 കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, സൃഷ്ടിയുടെ സമയത്ത് ആരാണ് സബത്ത് ആചരിച്ചത്? ദൈവമാണ്. അവൻ 6 ദിവസം കൊണ്ട് സകലവും സൃഷ്ടിച്ചു, 7-ാമത്തെ ദിവസം റെസ്റ്റ് എടുത്തു.
റെസ്റ്റ് എടുത്തു. എന്നിട്ട് അവിടെ എവിടെയും ശബത്തിന് സഭായോഗം കൂടണം എന്നൊരു നിയമം ദൈവം അവിടെ കൊടുത്തിട്ടില്ല. ശബത്ത് ആചരിക്കണം എന്നുള്ളൊരു നിയമവും ദൈവം അവിടെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പം നമുക്കറിയാം, യോസഫ് മിസ്രയീമിൽ ആയിരുന്നു കുറേ കാലം ജീവിച്ചത്. അവിടുത്തെ ഫറവോൻ കഴിഞ്ഞാൽ രണ്ടാമനായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ കാലത്ത് യോസഫ് സാബത്ത് ആചരിച്ചിരുന്നോ? ഇല്ലല്ലോ, ഇല്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ മക്കൾ ഏകദേശം 430 വർഷം മിസ്രയീമിൽ അടിമകളായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അവർ സാബത്ത് ആചരിച്ചായിരുന്നോ? എന്ന് വെച്ചാൽ 6 ദിവസം വേല ചെയ്തിട്ട് 7ാമത്തെ ദിവസം ഫറവോൻ അവർക്ക് റെസ്റ്റ് കൊടുത്തായിരുന്നോ? ഇല്ലല്ലോ. അവർ 7 ദിവസം എന്ത് ചെയ്യായിരുന്നു? വേല ചെയ്യായിരുന്നല്ലോ. എന്നിട്ട് ദൈവം അവരോട് കോപിച്ചൊന്നും ഇല്ലല്ലോ. ഇല്ല. കാരണം എന്താ? കാരണം അതൊരു ലോ ആയിട്ട് ദൈവം കൊടുത്തിട്ടില്ല. അപ്പം ക്രിയേഷൻ തൊട്ടേ ഒരു ലോ ആയിട്ട് ഇത് വരുന്നില്ല, നിയമമായിട്ട് ഇത് വരുന്നില്ല. ഇത് നിയമമായിട്ട് വരുന്നത് അറ്റ് ദ ടൈം ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദ ഓൾഡ് കവനന്റ്. പഴയ ഉടമ്പടിയുടെ ചിഹ്നമായിട്ട്, അടയാളമായിട്ട്, ആ പഴയ ഉടമ്പടിയിലെ 2 പാർട്ടികളായിട്ടുള്ള ദൈവത്തിൻ്റെയും ഇസ്രായേൽ മക്കളുടെയും ഇടയിലുള്ള ഒരു ചിഹ്നമായിട്ട് ഇസ്രായേൽ മക്കൾ അനുസരിക്കാനായിട്ട് കൊടുത്ത ഒരു നിയമമാണ് എന്ത്? സാബത്ത് എന്ന് പറയുന്നത്, ശബത്ത് എന്ന് പറയുന്നത്. അത് പുതിയ ഉടമ്പടിയുടെ കീഴിൽ നിൽക്കുന്ന പുതിയ നിയമസഭയ്ക്ക് അതെന്തല്ല, ബാധകമല്ല. ഞാൻ ശനിയാഴ്ച സഭായോഗം കൂടുന്നത് തെറ്റല്ല, ഞായറാഴ്ച സഭായോഗം കൂടണം എന്ന് വേദപുസ്തകത്തിൽ ഒരിടത്തും എഴുതിയിട്ടില്ല. ഇപ്പം നേപ്പാളിൽ ശനിയാഴ്ചയാണ് സഭായോഗം നടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളിയാഴ്ചയാണ് സഭായോഗം നടക്കുന്നത്. ഇന്ത്യയിൽ ഞായറാഴ്ചയാണ് നടക്കുന്നത്. ഓക്കെ. അപ്പോൾ സഭായോഗം ഇന്ന ദിവസം കൂടണം എന്നൊരു നിയമമില്ല. അത് ശനിയാഴ്ച കൂടിയാലും തെറ്റല്ല, ഞായറാഴ്ച കൂടിയാലും തെറ്റില്ല, ചൊവ്വാഴ്ച കൂടിയാലും തെറ്റല്ല. പക്ഷെ ശനിയാഴ്ച മാത്രമേ കൂടാവൂ, അത് ശബത്ത് ആചരിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ അത് പഴയ കവനന്റിലേക്ക് പോകുന്ന പരിപാടിയാണ്. നമ്മൾ പഴയ കവനന്റിനകത്തല്ല ഉള്ളത്, നമ്മൾ പുതിയ കവനന്റിനകത്താണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? സാബത്തിന് പ്രാധാന്യം കൊടുക്കാത്തത്. ഇപ്പോൾ നമുക്കറിയാം, കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പലപ്പോഴും ആ സാബത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്താ കാരണം? കാരണം അത് ഓൾഡ് കവനന്റിൽ നിന്ന് ന്യൂ കവനന്റിലേക്കുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേജാണത് യേശുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവിടെ പലയിടത്തും അത് വയലേറ്റ് ചെയ്യുന്ന, ആ നിയമങ്ങൾ വയലേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവിനെ വെച്ചാൽ അടുത്ത ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ഈ ഭാഗം അവസാനിപ്പിക്കും. പുതിയ നിയമം എന്താണ് എന്നുള്ളൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബൈബിളിനെ കുറിച്ചുള്ള നമ്മുടെ ഈ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കും. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ്സുകൾ ലൈവായിട്ടും യൂട്യൂബിലൂടെയൊക്കെ കാണുന്നവർക്ക് ഇത് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.